Hello, good morning. Welcome to our new class. ഇന്ന് നമ്മൾ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ PG ഫസ്റ്റ് ഇയറിൽ നമുക്ക് ചെയ്യാനുള്ള രണ്ട് എക്സ്പെരിമെൻറ്റുകളാണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ ആൻഡ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ. അതിൽ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ. ഇവിടെ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ഓഫ് HCl ആണ്. നമ്മളെ എക്സ്പെരിമെൻ്റ് എയിം എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് a dilute HCl solution by potentiometric titration using a standard NaOH solution with saturated calomel electrode as reference electrode and platinum electrode as indicator electrode. In this titration we added quinhydron to stabilize the potential. ഈ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പം ആസിഡ് ബേസ് ടൈട്രേഷൻ നമുക്കിൽ അത് യൂസ് ചെയ്യാം. ആസിഡ് ബേസ് ടൈട്രേഷൻ നമുക്ക് വോളിമെട്രിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് തന്നെയാണ്. ബട്ട് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആകാത്ത കേസുകളിൽ വോളിമെട്രിക്കലി നമുക്ക് ടൈട്രേഷൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളിൽ നമുക്ക് അതുപോലെ കളേർഡ് അല്ലെങ്കിൽ ടർബിഡ് സൊല്യൂഷൻ്റെ കേസിലൊന്നും നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് എൻഡ് പോയിൻ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളിലും കൂടെ നമുക്ക് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഹൈ അക്യുറസിയാണ് ഒബ്ജക്റ്റിവിറ്റി ഇൻ എൻഡ് പോയിൻ്റ് ഡിറ്റക്ഷൻ. ഇതൊക്കെ അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഇനി എന്താണ് പൊട്ടൻഷ്യോമെട്രിയുടെ പ്രിൻസിപ്പിൾ? ഇവിടെ നമ്മൾ പൊട്ടൻഷ്യോമെട്രിയിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. രണ്ട് ഇലക്ട്രോഡുകളുടെ ഇടയിലുള്ള EMF. രണ്ട് ഇലക്ട്രോഡുകൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒന്ന് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡും സെക്കൻഡ് റെഫറൻസ് ഇലക്ട്രോഡും. ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം ഇലക്ട്രോഡാണ്. റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡാണ്. പിന്നെ EMF ചേഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ടൈട്രേഷൻ്റെ ഇടയിൽ pH ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് EMF ചേഞ്ച് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്ന വേറൊരാളാണ് ക്വിൻഹൈഡ്രോൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ക്വിൻഹൈഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിൻഹൈഡ്രോൺ ഈസ് എ 1:1 കോംപ്ലക്സ് ഓഫ് ക്യൂനോൺ ആൻഡ് ഹൈഡ്രോക്യൂനോൺ. അത് വാട്ടറിൽ നമ്മളെ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുക, വിച്ച് എസ്റ്റാബ്ലിഷസ് എ സ്റ്റേബിൾ റിഡോക്സ് കപ്പിൾ സെൻസിറ്റീവ് ടു pH. നമ്മൾ പഠിച്ചതാണ് പൊട്ടൻഷ്യോമെട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത്. ഇനി ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ബൈ യൂസിങ് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ എന്താ പറയുന്നത്? E=E0 ± 0.0591 n log ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പം ഈ കേസിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഇക്വേഷൻ E=E0 ± 0.0591/2 log ക്യൂനോൺ ബൈ ഹൈഡ്രോക്യൂനോൺ മൈനസ് 0.0591 × pH കിട്ടും. അപ്പം ഇതിൽ നിന്ന് എന്താണ് pH പറഞ്ഞാൽ H+ൻ്റെ കോൺസെൻട്രേഷൻ മൈനസ് ലോഗ് H+ കോൺസെൻട്രേഷൻ, അതാണല്ലോ pH വരുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് രണ്ട് റിയാക്ഷൻസ്, ഈ സിസ്റ്റത്തിൽ നടക്കുന്ന രണ്ട് റിയാക്ഷൻസ് ആണ്. ഒന്ന് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, കാരണം HCl ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത് NaOH വെച്ചിട്ടാണ്. അത് ന്യൂട്രലൈസേഷൻ ടൈട്രേഷനാണ്. ഇതിൽ സിസ്റ്റത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ക്യൂനോൺ ആൻഡ് ഹൈഡ്രോക്യൂനോണിൻ്റെ 1:1 മിക്സ്ചറാണ്. അവരാണ് ഇവിടുത്തെ റിഡോക്സ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യൂനോൺ + 2H++ 2 ഇലക്ട്രോൺ ഗിവ്സ് ഹൈഡ്രോക്യൂനോൺ. അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളെ സിസ്റ്റത്തിൻ്റെ ഈ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇതാണ് നമ്മളെ സിസ്റ്റം. ഇങ്ങനെയായിരിക്കും നമ്മളെ അസംബ്ലി വരുന്നത്. ഒരു പൊട്ടൻഷ്യോമീറ്റർ, അതിൻ്റെ ബാക്കിൽ നമുക്ക് രണ്ട് പ്ലഗിനുകൾ ഉണ്ടാവും. അത് ഒന്ന് റെഫറൻസ് ഇലക്ട്രോഡിനെ പ്ലഗ് ഇൻ ചെയ്യാനും ഒന്ന് നമ്മളെ
ഒന്ന് റെഫറൻസ് ഇലക്ട്രോഡിന് പ്ലഗ് ഇൻ ചെയ്യാനും ഒന്ന് നമ്മളെ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡിന് പ്ലഗ് ഇൻ ചെയ്യാനുമായിരിക്കും. പിന്നെ ബീക്കറിലാണ് നമ്മൾ നമ്മുടെ ആസിഡ് സൊല്യൂഷൻ എടുക്കുക. ആസിഡ് സൊല്യൂഷൻ ബീക്കറിലുണ്ടാവും. ബീക്കറിൻ്റെ താഴെ സ്റ്റിറർ ഉണ്ടാവും. ഇനി സ്റ്റിറർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് റോഡ് സൈഡിന് ചാരി വെച്ചാലും മതി, അതുകൊണ്ട് സ്റ്റിർ ചെയ്താലും മതി. എന്നിട്ട് ഈ ബീക്കറിലേക്കായിരിക്കും നമ്മൾ NaOH സൊല്യൂഷൻ ബ്യൂററ്റിൽ നിന്ന് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മളെ ഗ്ലാസ് റോഡ് കൊണ്ടൊന്ന് സ്റ്റിർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിറർ കൊണ്ടൊന്ന് സ്റ്റിർ ചെയ്യുക, പൊട്ടൻഷ്യൽ റീഡ് ചെയ്യുക. ഇതാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. ഇനി ഓരോ ടൈമിലും ഓരോ പെർട്ടിക്കുലർ ml NaOH വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ റീഡ് ചെയ്തത് എഴുതി വെക്കുക. അതിന് പൊട്ടൻഷ്യൽ വേഴ്സസ് വോളിയം ഗ്രാഫാണ് ഈ ആദ്യം തന്നിട്ടുള്ളത്. ദിസ് വൺ പൊട്ടൻഷ്യൽ വേഴ്സസ് വോളിയം ഗ്രാഫാണിത്. ഇതിൽ നിന്ന് നമുക്ക് എൻ പോയിൻ്റ് ഈ സ്റ്റീപ്പ് ഇൻക്രീസ് വരുന്ന പോയിൻ്റ് തന്നെയാണ് നമ്മൾ വരക്കേണ്ടത്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് എൻ പോയിൻ്റ് കിട്ടും. രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെ ഗ്രാഫ് അവിടെ എന്താ വരക്കുന്നത് വെച്ചാൽ ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ വി ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് എൻ പോയിൻറ്റിന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ രീതിയിലും ഗ്രാഫ് വരക്കാറുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ കൃത്യമായിട്ട് എൻ പോയിൻ്റ് ഏതാണ് എന്നുള്ളത് മെഷർ ചെയ്തെടുക്കുന്നത്. ഇനി എക്സ്പെരിമെൻറ്റിന് നമുക്ക് എന്തെല്ലാം റിയേജൻസ് വേണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1 മോളാർ സൊല്യൂഷൻ, അപ്രോക്സിമേറ്റ്ലി 1 മോളാർ HCl സൊല്യൂഷൻ ഉണ്ടാക്കും. കാരണം HCl പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല. ആ ഉണ്ടാക്കിയതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യും. സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് പൊട്ടൻഷ്യോമെട്രി ചെയ്യാനാണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യോമെട്രിക്കലി സ്റ്റാൻഡർഡൈസ് ചെയ്യണം. പിന്നെ നമുക്ക് 0.2 അറൗണ്ട് 0.2 നോർമൽ NaOH ഉണ്ടാക്കണം. കാരണം NaOH ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൃത്യം 0.2 ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം NaOH എന്ന് പറയുന്നതും സെക്കൻഡറി സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 0.2ൻ്റെ നോർമാലിറ്റി ആവും എന്നുള്ള ഇത് എത്ര വെയിറ്റ് എടുക്കണം എന്നുള്ളത് നമ്മളെ W = NeV/1000 എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തിട്ട് വെയിറ്റ് എടുത്ത് സൊല്യൂഷൻ ഉണ്ടാക്കുക. അതുണ്ടാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആസിഡുമായിട്ട് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. നമുക്കൊരു ഓക്സാലിക് ആസിഡോ ഒക്കെ പ്രൈമറി സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ട് ഇതിനൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ അക്യുറേറ്റ് കോൺസെൻട്രേഷൻ, അത് അറൗണ്ട് 0.2 കോൺസെൻട്രേഷനിലുള്ള NaOH ഉണ്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ക്യൂൻ ഹൈഡ്രോൺ ആണ്. പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ വേണം. ഇനി അപ്പാരറ്റസ് എന്തൊക്കെ? പൊട്ടൻഷ്യോമീറ്റർ വേണം, സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് റെഫറൻസ് ആയിട്ട് വേണം, പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് വേണം, മാഗ്നറ്റിക് സ്റ്റിറർ ഉണ്ടെങ്കിൽ വേണം, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. പിന്നെ ബ്യൂററ്റ് വേണം, പിപ്പറ്റ്, 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, ബീക്കർ, ഫണൽ, വാഷ് ബോട്ടിൽ, ഇങ്ങനെയുള്ള ബേസിക് സാധനങ്ങളെല്ലാം വേണം. ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അറൗണ്ട് 1 മോളാർ HCl ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ലോ. ആ HCl നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്ത് വെക്കും. അത് ബ്യൂററ്റിൽ ഫില്ല് ചെയ്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് സാധാരണ നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട സാധനങ്ങൾ പിപ്പറ്റ് കൊണ്ട് പിപ്പ് ചെയ്തിട്ട് എടുക്കുക. അതാണ് കുറച്ചുകൂടെ അക്യുറസി. പക്ഷേ എക്സാമിനേഴ്സ് ഇത് ബ്യൂററ്റിൽ ഫില്ല് ചെയ്തിട്ട് അതിൽ നിന്ന് 10 ml എടുത്തിട്ടാണ് 10 അല്ല 10 to 13 ml ഇടയിൽ ഏതെങ്കിലും ഒരു വോളിയാണ് എടുത്ത് തരിക. അപ്പം നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ നമുക്ക് ആ മെഷർമെൻറ്റ് കാരണം ഉണ്ടാകുന്ന എറർ മിനിമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ബ്യൂററ്റും എക്സാമിന് ഇത് പിപ്പറ്റും ചെയ്തിട്ടൊരു പ്രശ്നം വേണ്ട. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഉണ്ടാക്കിയ HClനെ പൊട്ടൻഷ്യോമെട്രിക്കലി സ്റ്റാൻഡർഡൈസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതിനാവുമ്പോഴും നമ്മൾ ബ്യൂററ്റിൽ നിന്ന് 10 ml എടുത്തിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുക. എക്സാമിനർ 10ൻ്റെയും 13ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ml ആണ് നമുക്ക് തരിക. അപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസേഷനോ 10 ml 12 ml ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും നമ്മളിവിടെ കാണിക്കുന്നത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബ്യൂററ്റിൽ നമ്മളെ 1 മോളാർ HCl ഫില്ല് ചെയ്യുക. അതിൽ നിന്ന് 10 ml, ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു 10 ml സൊല്യൂഷൻ എങ്ങോട്ട് എടുക്കുക, 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് എടുക്കുക. എക്സാമിനാകുമ്പം അത് എക്സാമിനർ തന്നോളും, നിങ്ങളതിനെ പറ്റി വെറി ചെയ്യേണ്ട. അവർ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് തരും, നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നിട്ടത് മേക്കപ്പ് ചെയ്യുക, ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഷേക്ക് ചെയ്യുക, യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പൊട്ടൻഷ്യോമെട്രിക് സെറ്റപ്പുകളാണ്. അപ്പോൾ പിപ്പറ്റിൽ ബ്യൂററ്റിൽ നിന്ന് നമ്മൾ 10 ml സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നിന്ന് നമ്മളത് നല്ല
മേക്കപ്പ് ചെയ്തു, നന്നായിട്ട് ഷേക്ക് ചെയ്തു. ഇനി ഈ സൊല്യൂഷനിൽ നിന്നാണ് നമുക്ക് പൊട്ടൻഷ്യോമെട്രി ചെയ്യാൻ വേണ്ട സൊല്യൂഷൻ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് 20 ml സൊല്യൂഷൻ ഒരു 20 ml പിപ്പറ്റിൽ നമ്മൾ പിപ്പ് ചെയ്തെടുക്കുക. അതൊരു ബീക്കറിലേക്ക് ഒഴിക്കുക. ബീക്കറിലെടുത്തിട്ട് അതിലേക്ക് 0.05 gram ഓഫ് ക്വിൻ ഹൈഡ്രോൺ ഇടുക. നല്ലോണം സ്റ്റിർ ചെയ്യുക, ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിർ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോകുക. എന്നിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിലുള്ള വർക്ക് തുടങ്ങുന്നത്. പൊട്ടൻഷ്യോമീറ്ററിൽ അടുത്ത് വെച്ചിട്ട് നമ്മൾ 2 ഇലക്ട്രോഡുകളും ഈ ബീക്കറിലെടുത്ത HCl സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബീക്കറിൽ HCl സൊല്യൂഷൻ 20 ml എടുത്തു, അതിലേക്ക് ക്വിൻ ഹൈഡ്രോൺ 0.05 gram ആഡ് ചെയ്തു. ഇനി നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ സൊല്യൂഷനെ. അത് ഡൈല്യൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൈല്യൂഷൻ നടന്നാലും നമുക്ക് പൊട്ടൻഷ്യോമെട്രിയിൽ പ്രശ്നമില്ല എന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. ഡൈല്യൂട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ 2 ഇലക്ട്രോഡുകളും അതിലേക്ക് ഇറക്കി വെക്കുക. 2 ഇലക്ട്രോഡുകളും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ബാക്കിൽ പ്ലഗ് ഇൻ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ എന്താണ്, HCl പ്യുവർ HCl മാത്രമാണ്, അതിൽ നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 0 ടൈമിലുള്ള പൊട്ടൻഷ്യൽ എത്ര? അപ്പം 0 ടൈമിലുള്ള 0 വോളിയം ഓഫ് NaOH 0 ആകുമ്പോൾ എത്രയാണ് പൊട്ടൻഷ്യൽ, അതെഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ബ്യൂററ്റിൽ NaOH ഫില്ല് ചെയ്യണം. നമ്മൾ 0.2 നോർമൽ NaOH ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ബ്യൂററ്റ് സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെക്കുക. ആ ബ്യൂററ്റ് വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് NaOH ഫില്ല് ചെയ്ത് വെക്കുക. ഇനി പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ ടൈട്രേഷൻ ചെയ്യുന്നത്. ആദ്യത്തെ ടൈട്രേഷനിൽ നമ്മൾ എവിടെയാണ് നമ്മളെ റീഡിങ് എൻ പോയിൻ്റ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു വേഗമായിട്ടുള്ളൊരു ടൈട്രേഷൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ 2 ml ആഡ് ചെയ്ത് 2 ml ആഡ് ചെയ്ത് പെട്ടെന്ന് തീരുമല്ലോ. 2 ml ആഡ് ചെയ്താൽ നമുക്കൊരു 10 അടുത്തൊക്കെ എത്തുമ്പോഴേക്കും എൻ പോയിൻ്റ് ആവും. കാരണം 0.2 നോർമലാണ് നമ്മളെ NaOH കിടക്കുന്നത്, HCl കിടക്കുന്നത് 0.1 അറൗണ്ടിലാണ്. അപ്പോൾ ഒരു 10 ml അടുത്തൊക്കെ എത്തുമ്പോഴേക്കും എൻ പോയിൻ്റ് ആവും. അപ്പോൾ ഏത് റേഞ്ചിലാണ് നമ്മൾ എൻ പോയിൻ്റ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ടൈട്രേഷനാണ് നമ്മൾ ആദ്യം ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു 2 ml ആഡ് ചെയ്തു, പിന്നെ ഒരു 2 ml ആഡ് ചെയ്തു, അടുത്തത് 2 ml. ഓരോ 2 ml ഉള്ള റീഡിങ് നമ്മൾ നോട്ട് ചെയ്യും, എഴുതി വെക്കും. 2 ml, 4 ml, 6 ml, 8 ml, 10 ml. അപ്പോൾ നമുക്ക് മനസ്സിലാവും 8-ൻ്റെയും 10-ൻ്റെയും ഇടയിലാണ് നമുക്ക് ഈ ഓരോ 2 ml ആഡ് ചെയ്യുമ്പോഴും എന്താ ഉണ്ടാവുക, പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്ത് വരും. 8-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ വരുമ്പോൾ ഒരു ഷാർപ്പ് ഡിക്രീസ് ഉണ്ടാവും. ആ ഷാർപ്പ് ഡിക്രീസ് എവിടെയാണ് നടക്കുന്നത്, അവിടെയാണ് നമ്മൾ എൻ പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ 8-ൻ്റെയും 10-ൻ്റെയും ഇടയിലാണ് ആ ഷാർപ്പ് ഡിക്രീസ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളെ എൻ പോയിൻ്റ് റേഞ്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു 20 ml സൊല്യൂഷനും കൂടെ നമ്മൾ മേക്കപ്പ് ചെയ്ത് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നിന്ന് പിപ്പ് ചെയ്ത് ഒരു ബീക്കറിലേക്ക് ഒഴിക്കുക. ബീക്കറിലേക്ക് ഒഴിച്ചിട്ട് ഈ സെയിം പ്രൊസീജിയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, 0.1 ml വീതം NaOH ഒഴിച്ചിട്ട് ഈ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക, നമുക്ക് 8-ൻ്റെയും 10-ൻ്റെയും ഇടയിലാണ് നമ്മൾ എൻ പോയിൻ്റ് കിടക്കുന്നത്. അവിടെ നമ്മൾ കൃത്യം 0.1 ml മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുവരെയുള്ളത് ഇപ്പോൾ 0 മുതൽ നമ്മൾ 0.1 ഒഴിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വരെയൊക്കെ നമുക്ക് ആദ്യം 0ൻ്റെ റീഡിങ് എടുക്കുക, പിന്നെ നമ്മൾ 2ൻ്റെ റീഡിങ് എടുത്തു, ആദ്യം 0ൻ്റെ റീഡിങ് എടുക്കുക, പിന്നെ നമുക്ക് ഒരു 1ൻ്റെ റീഡിങ്, പിന്നെ 2ൻ്റെ റീഡിങ്, 3ൻ്റെ റീഡിങ്, 4, 5, 6, 7 വരെ എടുക്കുക. 7 കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 7.5 എടുക്കുക, പിന്നെ ഒരു 8 എടുക്കുക. 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ 8.1, 8.2, 8.3, 8.4, 8.5, 8.6 ഇങ്ങനെ പോയിട്ട് 10 വരെ അങ്ങനെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും 2 പോയിൻറ്റുകളുടെ ഇടയിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 9.6 കഴിഞ്ഞിട്ടും 9.7ൻ്റെയും ഇടയിൽ നമുക്ക് ചിലപ്പോൾ നല്ലൊരു ഡിക്രീസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഡിക്രീസ് തന്നെ വരിക, ഓരോ പോയിൻറ്റിൻ്റെ ഇടയിലും ഡിക്രീസാണ് വരിക, പക്ഷേ ഷാർപ്പ് ഡിക്രീസ് ഉണ്ടാവും. ഉണ്ടാവുന്ന ആ പോയിൻറ്റിലാണ് നമ്മൾ എൻ പോയിൻറ്റ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമ്മൾ എൻ പോയിൻറ്റ് എത്തിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, പിന്നെയും കുറച്ച് പൊട്ടൻഷ്യലും കൂടെ നമ്മൾ മെഷർ ചെയ്യണം. അപ്പം 9.7ൽ നമ്മൾ എൻ പോയിൻ്റ് എത്തി, പിന്നെ നമ്മളൊരു 9.8ഉം
10 എടുത്തു എന്ന് വിചാരിക്കുക. 10 കഴിഞ്ഞാലും ഒരു 3-4 റീഡിങ്ങും കൂടെ നമ്മൾ എടുക്കണം. ഇപ്പോൾ അതിങ്ങനെ 0.1 തന്നെ എടുത്തോളണമെന്നില്ല. 10 കഴിഞ്ഞിട്ട് പിന്നെ 11, 12, 13 അങ്ങനെ ഒരു 4 റീഡിങ്ങും കൂടെ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഗ്രാഫ് വരക്കുമ്പം നമുക്ക് അടിയത്തെ പ്ലാറ്റ്യൂ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ റീഡിങ്ങും കൂടെ എടുക്കും. പിന്നെ ഇത്രയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. പിന്നെ ഇതിൽ വരാൻ സാധ്യതയുള്ള എററുകളും എന്തൊക്കെ കരുതലെടുക്കണം എന്നുള്ളതുമാണ്. എൻഷുർ ഇലക്ട്രോഡ്സ് ആർ ക്ലീൻ. പ്ലാറ്റിനം ഇലക്ട്രോഡും നമ്മളെ റെഫറൻസ് ഇലക്ട്രോഡും നന്നായിട്ട് വാഷ് ചെയ്യണം വാട്ടറിൽ. എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ക്യൂൻഹൈഡ്രൻ യൂസ് ചെയ്യുക. പിന്നെ നമ്മളെ ഓരോ പ്രാവശ്യം എണ്ണയോ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അപ്പം സ്റ്റിറർ ഇല്ലാതെ ഗ്ലാസ് റോഡ് വെച്ച് ചെയ്യുന്നവരെന്ത് ചെയ്യുക വെച്ചാൽ ഇലക്ട്രോഡ് നമ്മളൊരു സ്റ്റാൻഡിലാണല്ലോ വെക്കുക. ആ ഇലക്ട്രോഡിനെ ഒന്ന് പൊക്കിയിട്ട് ഗ്ലാസ് റോഡ് കൊണ്ട് ഷെയ്ക്ക് ചെയ്യുക. ഇലക്ട്രോഡ് ബീക്കറിൽ തന്നെ ഇട്ടിട്ട് ഷെയ്ക്ക് ചെയ്താൽ ഷെയ്ക്കിങ് കംപ്ലീറ്റ് ഹോമോജീനിയസ് ആയിട്ട് നടക്കില്ല എന്ന് മാത്രമല്ല, ഇലക്ട്രോഡിൽ തട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോഡിന് കംപ്ലൈൻറ്റും വരും. പിന്നെ എൻഡ് പോയിൻ്റ് എത്തുമ്പം എണ്ണ വെച്ച് സ്മോളർ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുക. അത് പിന്നെ നമ്മളെന്തായാലും 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ആദ്യം എവിടെയാണ് നമ്മൾ എൻഡ് പോയിൻ്റ് റേഞ്ച് എന്ന് കണ്ടെത്തി, പിന്നെ നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻഡ് പോയിൻറ്റിൻ്റെ റേഞ്ചിൻ്റെ നിയർ ഭാഗത്ത് മുതലേ നമ്മൾ 0.1 ആയിട്ട് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. പിന്നെ ഇലക്ട്രോഡിൻ്റെ സർഫസ് ഈ ടൈട്രേഷൻ്റെ ഇടയിൽ ടച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കളേർഡ് ടർബിഡ് സൊല്യൂഷനിലെല്ലാം ഇത് ഉപയോഗിക്കാം. നമുക്ക് വോളിമെട്രിക് ടൈട്രേഷൻ വഴി ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് കളേർഡ് ആൻഡ് ടർബിഡ് സൊല്യൂഷന്. പിന്നെ നമുക്ക് വെരി ഡൈല്യൂട്ട് സൊല്യൂഷനിലൊന്നും വോളിമെട്രിക് ടൈട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വോളിമെട്രി ചെയ്യുമ്പോൾ ഹ്യൂമൻ ഐ ഡിറ്റക്ഷൻ ഓഫ് കളർ ചേഞ്ച് നമ്മളെ ഡിറ്റക്ഷൻ, കണ്ണിൻ്റെ ഡിറ്റക്ഷൻ പവർ, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. വെരി ഡൈല്യൂട്ട് സൊല്യൂഷനിലും അക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് തരുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ പ്രാക്ടിക്കലി ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.